Hi everyone, MS Solutionsലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുഹൈബ് ചോലയിൽ ഹൗസ് കൊടുവള്ളി കോഴിക്കോട്. സോ ഇന്ന് SSLC ഫിസിക്സിലെ കേരള സ്റ്റേറ്റ് സിലബസിലെ ഇലക്ട്രോണിക്സ് ആൻഡ് മോഡേൺ ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡയോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ്. ചോദിക്കാൻ സാധ്യത മീൻസ് ഡയോഡിന്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു വർക്കൗട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. സോ ഡയോഡിന്റെ ഫോർവേഡ് ബയാസിങ്ങിനെയും റിവേഴ്സ് ബയാസിങ്ങിനെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ട് ചോദ്യങ്ങളുണ്ട്. സോ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവുമായിട്ടും ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് സെല്ലിന്റെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുമ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാകുന്നത്. തിരിച്ചാണെങ്കിൽ ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. ഒരു സർക്യൂട്ടിൽ ഡയോഡും ബൾബും ഉണ്ടെങ്കിൽ സ്വിച്ചും ബാറ്ററിയും ഉണ്ട്. സോ അവിടെ ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാണെങ്കിൽ മാത്രമേ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. തന്നിരിക്കുന്ന ചോദ്യത്തിൽ രണ്ട് സർക്യൂട്ടുകളുണ്ട്. ഇതിൽ ഏതിലെ സർക്യൂട്ടിലെ ലാമ്പാണ് ഗ്ലോ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലാണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യും, ആ സർക്യൂട്ടിലെ ബൾബ് ഗ്ലോ ചെയ്യും. ആദ്യത്തെ സർക്യൂട്ടിലെ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവുമായിട്ടും ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് സെല്ലിന്റെ നെഗറ്റീവ് സൈഡുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്താൽ നിങ്ങൾ പഠിച്ചതും നമ്മൾ പഠിച്ചതും ശരിയാണ്. ഡയോഡ് എന്തിലാണ്? ഫോർവേഡ് ബയാസിങ്ങിലാണ്. അപ്പോൾ ആദ്യത്തെ സർക്യൂട്ടിൽ ഡയോഡിന്റെ പി സൈഡ് അഥവാ പോസിറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവുമായിട്ടും ഡയോഡിന്റെ എൻ സൈഡ് അഥവാ നെഗറ്റീവ് സൈഡ് സെല്ലിന്റെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ആദ്യത്തെ സർക്യൂട്ടിലെ ഡയോഡ് എന്തിലാണ്? ഫോർവേഡ് ബയാസിങ്ങിലാണ്. സോ ബൾബ് ഗ്ലോ ചെയ്യുന്നു. ഉത്തരം ആദ്യത്തെ സർക്യൂട്ടിലെ ബൾബ് ഗ്ലോ ചെയ്യുന്നു. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഡയോഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഡയോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കറന്റിനെ ഒരൊറ്റ ഡയറക്ഷനിലേക്ക്, യൂണി ഡയറക്ഷനിലേക്ക് കറന്റിനെ ഫ്ലോ ചെയ്യിക്കുന്നവനാണ് ഡയോഡ്. കറന്റിനെ ഒരേ ദിശയിലേക്ക് പ്രവഹിപ്പിക്കുന്നവനാണ് ആര്? ഡയോഡ്. അതുകൊണ്ടാണ് ഈ ഡയോഡിന്റെ ഫംഗ്ഷൻ നമ്മൾ ചോദിക്കുമ്പോൾ റെക്ടിഫിക്കേഷൻ പറയുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന, കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡീവിയേറ്റ് ചെയ്യുന്ന AC എന്ന് പറയുന്ന കറന്റിനെ DC കറന്റ് യൂണി ഡയറക്ഷനിലേക്ക് മാറ്റുന്ന, ആൾട്ടർനേറ്റിംഗ് കറന്റിനെ ഡയറക്റ്റ് കറന്റിലേക്ക് മാറ്റുക എന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് റെക്ടിഫയർ ഉപയോഗിച്ചാണ്. ഈ റെക്ടിഫയറിൽ ഡയോഡാണ് യൂസ് ചെയ്യുന്നത്. ഡയോഡിന്റെ ഫംഗ്ഷൻ യൂണി ഡയറക്ഷൻ ആണ്. അപ്പോൾ ഡയോഡിന്റെ ഫംഗ്ഷൻ റെക്ടിഫിക്കേഷൻ ആണ്. അനലൈസ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സോ അപ്പോൾ ഇവിടെ സർക്യൂട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഡയോഡ്സ് ആർ ഇൻ ഫോർവേഡ് ബയാസ്. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഏതെല്ലാം ഡയോഡുകളാണ് ഫോർവേഡ് ബയാസിംഗിൽ വർക്ക് ചെയ്യുക എന്നാണ് ചോദ്യം. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് സ്വിച്ച് ഓൺ ആക്കിയാൽ ബൾബ് ഗ്ലോ ചെയ്യുമോ? നമുക്കറിയാം, ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ ഡയോഡുകൾ ഫോർവേഡിലായിരിക്കണം. അപ്പോൾ ഇവിടെ D1 എന്ന് പറയുന്ന ഡയോഡ് എടുക്കാം. D1 എന്ന ഡയോഡിന്റെ നെഗറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവ് സൈഡായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ D1 എന്ന് പറയുന്ന ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലാണ്. അപ്പോൾ D1ലൂടെ കറന്റ് ഒഴുകുകയില്ല. D2 എന്ന് പറയുന്ന ഡയോഡ്, ആ ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവുമായിട്ടും ആ ഡയോഡിന്റെ നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ D2 ഫോർവേഡ് ബയാസിങ്ങിലാണ്. പിന്നെ ബൾബിലൂടെ ചെന്ന് ഇനി D4 എന്ന് പറയുന്ന ഡയോഡിന്റെ പോസിറ്റീവ് സൈഡ് സെല്ലിന്റെ പോസിറ്റീവ് സൈഡുമായിട്ടും നെഗറ്റീവ് സെല്ലിന്റെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ D4 എന്ന് പറയുന്ന ഡയോഡും എന്തിലാണ്? ഫോർവേഡ് ബയാസിങ്ങിലാണ്. D3യും D2വും റിവേഴ്സ് ബയാസിങ്ങിലാണ്. D2വും D4വും ഫോർവേഡ് ബയാസിങ്ങിലാണ്. അപ്പോൾ കറന്റ് സെല്ലിന്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഒഴുകി D2വിലൂടെ കയറി ബൾബിലൂടെ പോയി D4ലൂടെ ചെന്ന് നേരെ സർക്യൂട്ടിന്റെ നെഗറ്റീവ് സൈഡിൽ എത്തുന്നു, സെല്ലിന്റെ നെഗറ്റീവ് സൈഡിൽ എത്തുന്നു. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു, ബൾബ് ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ D2, D4 എന്ന് പറയുന്ന ഡയോഡുകൾ ഫോർവേഡ് ബയാസിങ്ങിലാണ്. D3, D1 എന്നിവ റിവേഴ്സ് ബയാസിങ്ങിലാണ്. സ്വിച്ച് ഓൺ ആക്കിയാൽ ബൾബ് ഗ്ലോ ചെയ്യുന്നു, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്നുണ്ട്. യെസ്.